പ്രിയ വിദ്യാർത്ഥികളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം BCom BBA ഹിന്ദി ടെക്സ്റ്റ് ബുക്കിനെ ആധാരമാക്കിയുള്ള വീഡിയോകളാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. നമുക്ക് പഠിക്കാനുള്ള പുസ്തകത്തിൻ്റെ പേര് കാവ്യസർഗം എന്നാണ്. ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് കബീർ കെ ദോഹെ, കബീർദാസിൻ്റെ ദോഹകളാണ്. പക്ഷേ കബീർദാസിൻ്റെ ദോഹകൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കബീർദാസിനെ കുറിച്ച് കുറച്ചെന്തെങ്കിലുമൊക്കെ അറിഞ്ഞു വെക്കാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫ് ഹിസ്റ്ററിയിലേക്കൊന്ന് പോയി നോക്കാം. महात्मा कबीरदास ज्ञानाश्रय शाखा के सर्वश्रेष्ठ कवि थे. वे भारतीय साहित्य के ही नहीं विश्व साहित्य के भी उत्कृष्ट कवि थे. ഇതിന് മലയാള പരിഭാഷ നോക്കാം. ജ്ഞാനാശ്രയ ശാഖയിലെ ഏറ്റവും മികച്ച കവിയായിരുന്നു ശ്രീ കബീർദാസ്. ഇന്ത്യൻ സാഹിത്യത്തിൽ മാത്രമല്ല, ലോക സാഹിത്യത്തിലെയും മികച്ച വളരെ ഉത്കൃഷ്ടനായ കവിയായിരുന്നു അദ്ദേഹം. कबीरदास का जन्म सन 1398 के आसपास काशी में हुआ. കബീർദാസിൻ്റെ ജനനം 1398 ഏതോ വർഷത്തിലാണ് സംഭവിച്ചത്. അദ്ദേഹം ജനിച്ചത് കാശിയിലുമാണ്. അതായത് കറക്റ്റായിട്ടൊരു വർഷം പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അദ്ദേഹത്തിനെക്കുറിച്ച് മറ്റൊരു കിംവദന്തി പറയുന്നുണ്ട്, അത് നോക്കാം എന്താണെന്നുള്ളത്. ഊഹാപോഹങ്ങളാണ്. एक किंवदंती के अनुसार किसी विधवा ब्राह्मणी के कोख से इसका जन्म हुआ, जिसने लोकलाज के भय से नवजात शिशु को लहरतारा तालाब के किनारे छोड़ दिया. वहाँ से नीरू और नीमा नामक जुलाहा दंपति उसे उठाकर अपने घर ले गए. उन्होंने इस शिशु को पुत्रवत पाला. അപ്പോൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കേട്ടുകേൾവി അനുസരിച്ച് ഇദ്ദേഹം ഒരു വിധവയായ ബ്രാഹ്മണ സ്ത്രീയുടെ ഉദരത്തിലാണ് ജനിച്ചത്. വിധവയായതുകൊണ്ടും പൊതുസമൂഹത്തിനോടുള്ള ലജ്ജയും ഭയന്ന് അവർ ആ നവജാത ശിശുവിനെ ലഹർതാര കുളത്തിനരികിൽ ഉപേക്ഷിക്കും. അവിടെ നിന്നും ആ കുട്ടിയെ നീരു നീമ എന്ന നെയ്ത്തുകാരായ ദമ്പതികൾ എടുത്ത് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ കുട്ടിയെ അവർ സ്വന്തം മകനെ പോലെയാണ് വീട്ടിൽ വളർത്തിയത്. बचपन से ही कबीरदास एकांत प्रिय, चिंतनशील और साधु सेवी स्वभाव के थे. उन्होंने जो कुछ भी सीखा अनुभव से ही सीखा, वरना कहा तो यही जाता है कि मसी कागद छुयो नहीं कलम गही नहीं हाथ. കുട്ടിക്കാലം മുതൽ തന്നെ കബീർദാസിന് ഏകാന്തത വളരെ ഇഷ്ടമായിരുന്നു. വളരെ ഏകാന്തപ്രിയനും ചിന്താശീലമുള്ളവനും അതുപോലെ തന്നെ സാധുജന സേവകനുമായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെയുള്ള സ്വഭാവ സവിശേഷതകളായിരുന്നു കേട്ടോ. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പഠിച്ചോ അതെല്ലാം സ്വന്തം ജീവിതത്തിൽ നിന്നുമായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാഠപുസ്തകം എന്നാണ് പറയുന്നത്. ഇനി നോക്കൂ, മസി കാഗദ് ചൂയോ നഹി കലം ഗഹി നഹി ഹാത്ത് എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, കടലാസും മഷിയും ഞാൻ തൊട്ടിട്ടേയില്ല, അതുപോലെ തന്നെ പെന്ന് പിടിച്ചിട്ടുമില്ല. ഈ ഒരു വരികളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഭാവമാണ് മനസ്സിലാകുന്നത്. അതായത് ഇദ്ദേഹം വിദ്യാഭ്യാസം നേടിയിട്ടില്ല എന്നുള്ളത്. ബിൽക്കുൽ അൻപഡ്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. നിരക്ഷരനാണ്. സദ്ഗുരു रामानंद की कृपा से उन्हें आत्मज्ञान और प्रभु भक्ति का भाव प्राप्त हुआ. कहते हैं कबीर ने 120 वर्षों की लंबी आयु प्राप्त की थी. വളരെ മിസ്റ്റിക് പോയറ്റായിട്ടുള്ളൊരു മഹർഷിയാണ് രാമാനന്ദ്. ഈ രാമാനന്ദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ കൃപാകടാക്ഷത്താൽ കബീർദാസിന് ആത്മജ്ഞാനവും അതുപോലെ തന്നെ ഈശ്വരനോടുള്ള ഭക്തിഭാവവും താല്പര്യവും പ്രാപ്തമായി. അദ്ദേഹം 120 വയസ്സുവരെ നീണ്ട ജീവിതം ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. 120 വർഷം എന്നത് ഇന്നത്തെ ജീവിത ദൈർഘ്യം വെച്ച് നോക്കുമ്പോൾ എത്രയോ കൂടുതലാണ്
അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇനി കബീർ ശാസ്ത്രവിരോധി थे, कहा करते थे पोती पड़ी पड़ी जगमुआ पंडित भयान कोई, डाई आखर प्रेम का पड़े सो पंडित होई. ഈ ദോഹകളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സവിശേഷതയായിരുന്നു കബീർദാസ് ശാസ്ത്രവിരോധിയായിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വാണികളാണ് നമ്മൾ തൊട്ടുമുമ്പ് വായിച്ചത്. അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു എന്ത്? പോത്തി പടി പടി ജഗമുവ പണ്ഡിത് ഭയാനകോയി, ഡായി ആഖർ പ്രേമക പടേ സോ പണ്ഡിത് ഹോയ്. പോത്തി പടിപടി എന്ന് പറഞ്ഞാൽ പുസ്തകം, പോത്തി എന്ന് പറഞ്ഞാൽ ഗ്രന്ഥങ്ങൾ, വലിയ കട്ടിയുള്ള ഗ്രന്ഥങ്ങൾ, അത് പഠിച്ചിട്ട് അല്ലേ, വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചിട്ട്. അപ്പോൾ ഞാൻ ഹിന്ദിയിൽ തന്നെ ആദ്യം പറയാം. ബഡി ബഡി പുസ്തകേം പഠിക്കർ സംസാർ മേ കിത്തനേ ഹി ലോഗ് മൃത്യു കെ ദ്വാർ പहुंच गए. അതായത് ഒരുപാട് വലിയ വലിയ പുസ്തകങ്ങളൊക്കെ പഠിച്ചിട്ട് ഒരുപാട് ആൾക്കാർ, ലോകത്തിൽ ഒരുപാട് ആൾക്കാർ മരണത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. പർ സബി വിദ്വാൻ ന ഹോ സകേ. ഇങ്ങനെ പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച ആൾക്കാർ എല്ലാവരും വിദ്വാൻമാരായിട്ടൊന്നുമില്ല അല്ലേ? കബീർ മാനത്തെ ഹേ കി യദി കോയി പ്രേം കാ യാ പ്യാർ കാ കേവൽ ढाई अक्षर ही अच्छी तरह पढ़ ले, अर्थात इसका मतलब है प्यार का वास्तविक रूप पहचान ले तो वही सच्चा ज्ञानी होगा. ഇദ്ദേഹം പറഞ്ഞ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. വലിയ വലിയ പുസ്തകങ്ങൾ വായിച്ച് പഠിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മരണത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ അവരിൽ എല്ലാവർക്കും വലിയ വിജ്ഞാനിയും അതുപോലെ തന്നെ വിദ്വാനാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കബീർദാസ് വിശ്വസിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും വെറും 2.5 അക്ഷരമുള്ള സ്നേഹത്തെ നന്നായി പഠിച്ചാൽ, അതായത് സ്നേഹത്തിൻ്റെ ശരിയായ രൂപം തിരിച്ചറിഞ്ഞാൽ, അവരായിരിക്കും യഥാർത്ഥ ശരിയായ വിജ്ഞാനി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളുടെ ഒരു ലെവൽ നോക്കിക്കേ. വിദ്യാഭ്യാസമില്ലാത്ത ആളായിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെ വ്യാപ്തി വളരെ കൂടുതലാണ് അല്ലേ? മികച്ച വരികൾ തന്നെയല്ലേ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇനി कबीर की वाणी बीजक नामक ग्रंथ में संग्रहित है. इस ग्रंथ के 3 भाग है, साखी, सबद, രമേനി. കബീർദാസിൻ്റെ വാണികൾ ബീജക് എന്ന ഗ്രന്ഥത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ഈ ഗ്രന്ഥത്തിൽ 3 ഭാഗങ്ങളുണ്ട്. ഈ ഗ്രന്ഥത്തിന് 3 ഭാഗങ്ങളുണ്ട്. നമ്പർ 1 സാഖി, നമ്പർ 2 സബദ്, നമ്പർ 3 രമേനി. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, എഴുതാനും വായിക്കാനും അറിയാത്ത കബീർദാസ് എങ്ങനെ ഗ്രന്ഥം രചിച്ചു എന്ന്. സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു അദ്ദേഹത്തിൻ്റെ വാണികളെ എഴുതി ഗ്രന്ഥരൂപത്തിലാക്കിയത്. ഇദ്ദേഹത്തിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. ये तीनों ही काव्य की अलग अलग शैलियाँ हैं. इन शैलियों का सफल प्रयोग कबीर ने अपने बीजक में किया है. रमैनी का अर्थ जीव के उस दशा का वर्णन है जिसमें वह माया के रूप से मोहित होकर उनमें लीन हो जाता है, यानी कि उसमें रमण करने लगता है. इस माया का तिरस्कार कर ईश्वर की पहचान करने वालों को കബീർ ने രമൈനി കഹാ ഹെ. ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാം. ഇവ 3 തന്നെ കാവ്യത്തിൻ്റെ വിവിധ ശൈലികളാണ്. ഇത് 3 ബുക്കുകൾ, സാഖി, സബദ്, രമേനി എന്ന് പറയുന്ന 3 ബുക്കുകളും കാവ്യത്തിൻ്റെ 3 ബുക്കുകളല്ല, 3 കാറ്റഗറി, ബീജക് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുള്ള 3 കാറ്റഗറി വിവിധ ശൈലിയിലാണ് രചിച്ചിരിക്കുന്നത്. ഈ ശൈലികളുടെ മികച്ചതും സഫലതയാർന്നതുമായ പ്രയോഗം കബീർ തൻ്റെ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ബീജക്. ഇനി രമൈനി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. രമൈനി മായയിൽ മോഹിക്കപ്പെട്ട് അതിൽ പൂർണ്ണമായും മുഴുകി ജീവിക്കുന്നവരുടെ മോഹവലയ ജീവിത ദശയാണ് രമൈനി. അതായത് ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയില്ല എന്ന് നിവിൻ പോളി പറഞ്ഞതുപോലെയുള്ള ഒരവസ്ഥ. അതായത് പൂർണ്ണമായും മുഴുകാൻ തുടങ്ങുന്നു എന്നർത്ഥം.
ഈ മായയെ തിരസ്കരിച്ചുകൊണ്ട് ഈശ്വരനെ തിരിച്ചറിയുന്നവരെയാണ് കബീർ രമേനി എന്ന് വിളിച്ചത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം സാഖി. साखी साखी का अर्थ होता है प्रत्यक्ष ज्ञान अथवा साक्षी. यह दोहा शैली की रचना है. बीज की अंतिम साखी में कबीर ने कहा है, साखी आंगी ज्ञान की समुची देखू मनुमाही, बिनु साखी संसार का झगड़ा छूटन नाही. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പാരഗ്രാഫിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഇതിൽ സാഖിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. സാഖി എന്ന വാക്കിൻ്റെ അർത്ഥം പ്രത്യക്ഷത്തിലുള്ള അറിവ്, അതല്ലെങ്കിൽ സാക്ഷി എന്നാണ്. ഈ സാഖിയിൽ ദോഹ എന്ന രീതിയിലുള്ള രചനകളാണുള്ളത്. ദോഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വരികളിൽ ഒതുങ്ങുന്ന വളരെ വിസ്തൃതിയേറിയ അർത്ഥമുള്ള കവിത എന്ന് പറയാം. ബീജകിലെ അവസാന സാഖിയിൽ കബീർ പറയുന്നത് നോക്കൂ. സാഖി ആഖി ജ്ഞാൻ കി സമുചി ദേക്കു മനുമാഹീം, ബിനു സാഖി സൻസാർ കാ ഝഗടാ ഛൂട്ടൻ നാഹി. ഇനി ഇതിൻ്റെ മലയാള പരിഭാഷ, എൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണെന്ന് നോക്കാം. ലോകത്തെ അറിയുവാനും മനസ്സിലാക്കുവാനും വേണ്ടി ജ്ഞാനത്തിൻ്റെ മാർഗം സ്വീകരിക്കുക എന്നത് അത്യാവശ്യമാണെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. നമുക്ക് ഹിന്ദിയും കൂടെ പറഞ്ഞിട്ട് നോക്കാം. കബീർദാസ് कहते हैं, दुनिया को जानने के लिए और समझने के लिए ज्ञान का मार्ग धारण करना अवश्य है. अज्ञानता ही मतभेद व झगड़े का कारण है. अज्ञानता पूर्ण रूप से मिट जाए तो संसार में झगड़ा भी पूर्ण रूप से खत्म हो जाएगा. इस अज्ञानता व अंधकार को हटाने के लिए वाणी को अपनाएंगे तो इंसान को मुक्ति प्राप्त हो सकेंगे. അപ്പോൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, ലോകത്തെ മുഴുവനായിട്ട് അറിയുവാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് എന്താ വേണ്ടത്? ജ്ഞാനത്തിൻ്റെ മാർഗം സ്വീകരിക്കണം, അറിവിൻ്റെ മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ് ആവശ്യം. ഇത് കബീർദാസിൻ്റെ വാക്കുകളാണ്, വരികളാണ്, അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ്. അജ്ഞാനം, അതായത് ജ്ഞാനമില്ലായ്മ, അറിവില്ലായ്മ, അജ്ഞത, ഇതാണ് വാക്കുതർക്കത്തിനും അഭിപ്രായ വ്യത്യാസത്തിനും അതുപോലെ തന്നെ വഴക്കിനും യുദ്ധത്തിനുമുള്ള കാരണമായി മാറുന്നു. ഇതിൽ കബീർദാസ് യുദ്ധത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും യുദ്ധത്തിനും ഈ ഒരു അജ്ഞത ഒരു കാരണം തന്നെ ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അജ്ഞത പൂർണ്ണ രൂപത്തിൽ ഇല്ലാതായാൽ മാത്രമേ ഈ ലോകത്ത് വഴക്കുകളും പൂർണ്ണ രൂപത്തിൽ ഇല്ലാതാവുകയുള്ളൂ. ഈ അജ്ഞതയും അതിനാലുണ്ടാകുന്ന മനസ്സിലെ അന്ധകാരവും മനസ്സിലെ ഇരുട്ടും മാറ്റാൻ വേണ്ടി പ്രാർത്ഥനയെ സ്വീകരിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് മുക്തി ലഭിക്കുമെന്നാണ് കബീർദാസ് പറയുന്നത്. ഇനി അടുത്തത് സബദ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകാം. സബദ്. സബദ് ശബ്ദ സേ ബനാ ഹെ, ജിസ്കാ പാരിഭാഷിക് अर्थ है परावाक. कबीर ने शब्द का प्रयोग 2 अर्थों में किया है. एक तो पुरातत्व के अर्थ में, दूसरा पद के अर्थ में. ഇനി ഇതിൻ്റെ മലയാള പരിഭാഷ എന്താ നോക്കാം. സബദ് എന്ന വാക്ക് ശബ്ദ് എന്ന വാക്കിൽ നിന്നും ഉണ്ടായതാണ്. ശബ്ദ് എന്നാൽ മലയാളത്തിൽ വാക്ക് എന്നാണ് അർത്ഥം, വേർഡ്. ഇതിൻ്റെ പാരിഭാഷിക അർത്ഥം പരാവാക്ക് എന്നാണ്. പരാവാക്ക് എന്നാൽ വാണിയുടെ 4 അവസ്ഥകളിൽ നിന്നും ആദ്യത്തെ അവസ്ഥ, അതായത് ചിന്തകൾക്ക് അപ്പുറത്തുള്ള അവസ്ഥ. നമ്മുടെയൊക്കെ ചിന്തകളുടെ സോച്ച് കെ ഊപ്പർ, വിചാർ കെ പരെ എന്നൊക്കെ പറയാം. കബീർ സബദിൻ്റെ പ്രയോഗം 2 അർത്ഥത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പുരാതനമായ വസ്തു എന്ന നിലയിലും, മറ്റേത് പദ്, അതായത് പദ്യരചനയുടെ കാറ്റഗറി എന്ന അർത്ഥത്തിലുമാണ് സബദ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് ഈ വീഡിയോ. ബാക്കിയുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ. അതുവരേക്കും നമസ്കാരം.